എല്ലാവർക്കും നമസ്കാരം. ശില്പാസ് വ്ലോഗ് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കോട്ടയം പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ വില്ലുമംഗല തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് എന്ന പേര് ലഭിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. പുലർച്ചെ 2 മണിക്ക് നട തുറന്ന് ശ്രീകൃഷ്ണന് അഭിഷേകം നടത്തി തല മാത്രം തുവർത്തി ആദ്യം ഉഷപായസം നേദിക്കുന്നു. പിന്നീട് ബാക്കി ശരീരം തുവർത്തുകയുള്ളൂ. ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കംസവധത്തിന് ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉഷപായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത്. തിരുവാർപ്പ് ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി അടുത്ത ബന്ധമുണ്ട്. പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് തന്റെ ചതുർബാഹുവായ വിഗ്രഹം നൽകി. ഇവർ ഇത് നിത്യവും പൂജിച്ചിരുന്നു. വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ ആ നാട്ടിലുള്ളവർ വിഗ്രഹം തങ്ങൾക്ക് നൽകുമോ എന്ന് ചോദിച്ചു. ഈ സ്ഥലം ചേർത്തലയാണെന്ന വിശ്വാസം. എന്നാൽ വിഗ്രഹം സ്ഥാപിച്ചത് ശേഷം നാട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി. പരിഹാരിയായി അവർ ഒരു ജ്യോതിഷനെ സമീപിച്ചു. പാണ്ഡവർ പൂജിച്ചതുപോലെ നാട്ടുകാർക്ക് വിഗ്രഹത്തെ പൂജിക്കാൻ സാധിക്കുന്നില്ല. മുമ്പോട്ടും ഇത് സാധിക്കുന്നില്ല. അതിനാൽ വിഗ്രഹത്തെ അടുത്തുള്ള കായലിൽ നിക്ഷേപിക്കാൻ ജ്യോതിഷൻ ഉപദേശിച്ചു. ഇവർ കായലിൽ വിഗ്രഹം നിക്ഷേപിച്ചു. വർഷങ്ങൾക്ക് ശേഷം വില്ലുമംഗലം തിരുമേനി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളം എന്തിലോ തടഞ്ഞു നിന്നു. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകുവാൻ കഴിയുന്നില്ല. തിരുമേനി വള്ളക്കാരോട് ഇറങ്ങി നോക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് കൃഷ്ണവിഗ്രഹം ലഭിക്കുന്നു. വിഗ്രഹവുമായി തിരുമേനി യാത്ര തുടരുന്നു. യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട തിരുമേനി വെള്ളം കരക്കടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിരുന്നു. വിഗ്രഹം അടുത്തു കണ്ട വാർപ്പിൽ വെച്ചു. ഉറക്കമുണർന്ന സ്വാമി വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ഇതറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി. ഈ സ്ഥലം കുന്നംകരി മേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു. അദ്ദേഹം വില്ലുമംഗല സ്വാമിയോട് അഭ്യർത്ഥിച്ചു ഇവിടെ ക്ഷേത്രം പണിത് വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന്. അങ്ങനെ വാർപ്പിലുള്ള കൃഷ്ണൻ ഉള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്നറിയപ്പെട്ടു. പാണ്ഡവർ വനവാസശേഷം കൃഷ്ണൻ പൂജിക്കാൻ കൊടുത്തിരുന്ന വിഗ്രഹം ദ്രൗപദിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കിയെന്നും മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ വിഗ്രഹത്തെ അവർ നാട്ടിൽ കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അത് തിരിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് വില്ലുമംഗലം തിരുമേനിക്ക് ഇത് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല. ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുന്നതായി കണ്ടു. ഈ സമയം അതുവഴി വന്ന വില്ലുമംഗല തിരുമേനി പറഞ്ഞു, കൃഷ്ണന് അതിയായ വിശപ്പുണ്ടായിരുന്നു. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം ഒരു കോടാലിയും ഉണ്ടാകും. ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും. ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ദേവന് നിവേദ്യം നൽകണമെന്നാണ് പറയപ്പെടുന്നത്. 5 തവണത്തെ പൂജയുണ്ട് ഒരു ദിവസം. എന്നാൽ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് മുൻപാണ്. വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴ പൂജ സമയത്ത് ചേർത്തലയിൽ നിന്നെത്തിയ ആരെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചേർത്തലയിൽ നിന്നെത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയുമുണ്ട്. ഇത് കൃഷ്ണൻ കംസനെ വധിച്ചതിന് ശേഷം ചെണ്ട കൊട്ടി അറിയിച്ചതിന്റെ അടയാളമായാണ്. ക്ഷേത്രത്തിന് പുറത്ത് ഭൂതനാഥൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, യക്ഷി, ശിവൻ, ഭഗവതി എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മേടമാസത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്.
ഉത്സവ സമയത്ത് ഗുരുവായൂരിലെ പോലെ ആനയോട്ടം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. 12 വിളക്ക് അല്ലെങ്കിൽ വിളക്കെടുപ്പ് എന്ന ചടങ്ങ് വളരെ പ്രശസ്തമാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വ്രതനിഷ്ഠയോടെ ചെയ്യേണ്ടതാണ് ഈ ചടങ്ങ്. 10ാം ഉദയത്തിന്റെ അന്ന് ഉത്സവം അവസാനിക്കും. അഷ്ടമി രോഹിണി ദിവസവും പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടുത്തെ പ്രധാന നിവേദ്യം ഉഷപായസമാണ്. അരി, ശർക്കര, നെയ്യ്, കദളിപ്പഴം, തേങ്ങ എന്നിവ ചേർത്താണ് പായസം തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം പാൽപ്പായസം, നെയ്പായസം, അപ്പം എന്നിവയ്ക്കും വഴിപാടുകൾ നടത്താറുണ്ട്. പ്രത്യേകം വഴിപാടായി ചതുശതവും സമർപ്പിക്കാറുണ്ട്. ഏവർക്കും ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.